മനുഷ്യൻ്റെ സഹായവും ആവശ്യമാണ്. ഫിലിപ്പിയർ 4:14. എന്നാൽ എനിക്ക് സഹായം ആവശ്യമുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ സഹായിച്ചു എന്നത് നല്ല കാര്യമാണ്. എന്നെ ശക്തനാക്കുന്ന കർത്താവ് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തെ സഹായിച്ച ചില മനുഷ്യരെ ഓർത്ത് താൻ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം ചിന്തിച്ചതിൻ്റെ നേരെ എതിർവശമാണ് ഇന്ന് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. മനുഷ്യൻ സർവശക്തനായിത്തീരുന്നു യേശുക്രിസ്തു മുഖാന്തരം. എങ്കിലും മനുഷ്യൻ്റെ സഹായം നമുക്ക് ആവശ്യമായി വരും. നമ്മെ ശക്തനാക്കുന്ന കർത്താവ് ചിലപ്പോൾ മറ്റുള്ളവരെ ഉപയോഗിച്ചായിരിക്കും നമ്മളെ ശക്തരാക്കുന്നത്. അതെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നതോടൊപ്പം മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് നമ്മളെ മറുപടിയാക്കി മാറ്റാനും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സഹായിക്കാൻ നിങ്ങളെ ദൈവം അയക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങളെ അയക്കുകയാണെങ്കിൽ നിങ്ങളതിന് സന്നദ്ധനാകണ്ടേ? ശ്രദ്ധയുണ്ടായിരിക്കണം, അവൈലബിളായിരിക്കണം, സന്നദ്ധതയുണ്ടായിരിക്കണം. അങ്ങനെയാണ് ദൈവം എന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എന്നെ ശക്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളിലൂടെയായിരിക്കും. നിങ്ങളുടെ ഒരു വാക്ക് എന്നെ ബലപ്പെടുത്തിയാൽ അത് ദൈവത്തിന് മഹത്വമാണ്. പക്ഷെ നിങ്ങളതിന് അവൈലബിളാകണം. ഞാനിന്ന് ഈ ചെറിയ വാക്കിലൂടെ നിങ്ങളെ ശക്തീകരിക്കുകയാണ്. ഞാൻ എൻ്റെ ഈ ചെറിയ 5 മിനിറ്റ് സന്ദേശത്തിലൂടെ നിങ്ങളുടെ അകത്തേക്കൊരു പുതിയ ബലം പകർന്നു തരികയാണ്. അതെ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അനേക നാളുകളായി ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നു. അനേകർക്ക് ആശ്വാസം, അനേകർക്ക് ബലം, അനേകർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുവാൻ ഈ ചെറിയ സന്ദേശങ്ങളിലൂടെ സാധ്യമാകുന്നുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും കഴിയുമെന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നാൽ എനിക്ക് സഹായം ആവശ്യമുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ സഹായിച്ചു എന്നത് നല്ല കാര്യം ആണ്. നിങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവം എന്നെ സഹായിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ സഹായിച്ചത് ഞാൻ മറക്കുന്നില്ല. നിങ്ങൾ വഴിയാണ് ദൈവം എന്നെ സഹായിച്ചത്. നിങ്ങളെന്നെ സഹായിച്ചു എന്ന് പറയുന്നത് ദൈവം അനുവദിച്ചിട്ടാണ്, ദൈവം ആവശ്യപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹായത്തിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. പക്ഷേ ഞാൻ അധികം നന്ദി പറയുന്നത് ദൈവത്തോടത്രേ. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ അങ്ങയുടെ ഒരു ആയുധമാക്കി എന്നെ മാറ്റണമേ. എന്നെ ബലപ്പെടുത്തുവാൻ നീ അനേകരെ ആയുധമാക്കി മാറ്റിയതുപോലെ അനേകരെ ബലപ്പെടുത്തുവാൻ ഞാനും ഒരു ആയുധമായി തീരട്ടെ. അതിനായിട്ടിതാ അടിയനെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ.